ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്ന് ടെമ്പിൾ പ്രസാദമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അത് അരി കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പകരം നമ്മൾ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പ്രസാദമാണ് കേട്ടോ. നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെയുള്ള ഒരു പ്രസാദമാണ്. ഞാനിത് തമിഴ്നാട് ഏതോ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ നുറുക്ക് ഗോതമ്പിട്ടുള്ള പ്രസാദം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നമ്മൾ ഇതേപോലെ ഒരു കടായിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. പിന്നെ ഈ ഗോതമ്പ് വറക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ആ ഒരു മണമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത്, ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ വേവിക്കുമ്പോഴാണ് ആ ഒരു പ്രസാദത്തിന് ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ഗോതമ്പ് നന്നായിട്ട്, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കഴുകിയിട്ട് വറക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വറുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി, അതായത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടുപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഒരു കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലിട്ടതിന് ശേഷം ഈ നുറുക്ക് ഗോതമ്പ് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസാദത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെയ്യിലിട്ട് ഈ വെന്ത നുറുക്ക് ഗോതമ്പ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കൊരു 3/4 കപ്പ് ശർക്കര പാനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പുണ്ട്. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് ഒരു 3/4 കപ്പ് ശർക്കര പാനിയാണ് കണക്ക് കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ല മധുരം ഉണ്ടായിരിക്കും. ഇതിലും മധുരം വേണമെങ്കിൽ 1 കപ്പോളം ചേർക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഒരു 3/4 കപ്പ് ചേർത്താൽ മതിയാവും. ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര നമുക്ക് ചീകിയിട്ടാലും മതിയാവും. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം അധികം ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അമ്പലത്തിലെ പ്രസാദമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു 1/4 കപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി പഴം നുറുക്കിയതൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ അന്ന് തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുള്ള പായസത്തിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 5-6 ഏലക്ക ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ തോല് മാറ്റി സീഡ് മാത്രം പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഈ പ്രസാദം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പ്രസാദമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യിൽ ക്യാഷ്യൂനട്ട് ഇതേപോലെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടെമ്പിൾ പ്രസാദം ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കാനും അല്ലാതെ തണുത്ത് കഴിഞ്ഞ് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് മകരസംക്രാന്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതേപോലെയുള്ള പായസം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതിലും നല്ലൊരു ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.